ഇതിപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയും ആഡായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസത്തെ കാര്യങ്ങൾ. ഇത് ദോശയല്ല വെള്ളയപ്പമാണ്. അതാണ് ഇങ്ങനെ മൂടി വയ്ക്കുന്നത്. വെള്ളയപ്പം പാത്രം ഇവിടെ കുറച്ച് ചീത്തയായിപ്പോയി. അതായത് അധികം പഴക്കമൊന്നുമില്ല, പക്ഷെ അങ്ങനെ ചീത്തയായിപ്പോയി കേട്ടോ. അതാണ് കൊണ്ട് നമ്മൾ ദോശ പാത്രത്തിലാണ് വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നലെ സ്കൂളിൽ വിട്ട് വന്നിട്ട് തെഫാൻകുട്ടൻ ഇപ്പോൾ ഇത് സാൻഡയുടെ സൈക്കിളാണ്. അവളുടെ അച്ചാച്ചൻ, അതായത് എൻ്റെ ആങ്ങള വാങ്ങിക്കൊടുത്ത സൈക്കിളാണ് കേട്ടോ. അവൻ അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ ചവിട്ടുന്നുണ്ട്. റൗണ്ട് ചെയ്ത് ചവിട്ടുന്നില്ല, ഇത്തിരിശ് ചവിട്ടുന്നുണ്ട് അവൻ. അകത്താണ് ചവിട്ട മെയിനായിട്ട്. അപ്പോൾ ഞാൻ അതേ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കായിരുന്നു, ചായ കുടിക്കാണ്ടിരുന്ന്. അപ്പോൾ അവൾ എൻ്റെ ക്യാമറ ഓണാക്കി വെച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ അവിടെ കഴിഞ്ഞു. ഇതിനി ഇന്നത്തെ വീഡിയോ ആണ്. ഇന്നിപ്പോൾ ശനിയാഴ്ചയായിട്ട് സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ. പള്ളിയിൽ ക്രിസ്ത്യനൊക്കെ ഉണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. ഇത് ഏഞ്ചലാണല്ലോ, എൻ്റെ കെട്ടിയൻ്റെ ചേട്ടൻ്റെ മോള്. അപ്പോൾ തെഫാൻകുട്ടി അവർക്കൊക്കെ കൊട്ടക്കേക്ക് കൊടുത്തേക്കായിരുന്നു കേട്ടോ. പോപ്കോൺ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കൊട്ടക്കേക്ക് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് തെഫാൻകുട്ടൻ പകുതി കഴിച്ചിട്ട് പറഞ്ഞു, അമ്മ കഴിച്ചോ, അവരെന്തെങ്കിലും എനിക്ക് കൊണ്ടുതരൂ കേട്ടോ. മോള് തരാറുണ്ട്, പക്ഷെ അവൾ ഇത്ര വലുതായില്ല. ഒരെണ്ണം അവൾ കഴിച്ചു, ഏഞ്ചലും കഴിച്ചു. അപ്പോൾ എനിക്ക് അവനൊരു പകുതി തന്നു കേട്ടോ. അവനങ്ങനെ തരാറുണ്ട്. അവനൊക്കെ കഴിച്ചില്ല, ഒക്കെ കഴിക്കണ്ട, അവന് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നാണ്ട് എനിക്കാ തരാറ്. അത്രയ്ക്ക് സ്നേഹമാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ ഇന്നത്തെ നമുക്ക് രാവിലെ ഇല്ല, ഉച്ചയ്ക്കായപ്പോൾ ഞാൻ ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സിയിലടിച്ച് നല്ല രീതിക്ക് അടിച്ച് അരിപ്പൊടി ചേർത്ത് അടിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അത് നാളെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീർത്ത് കഴിഞ്ഞ് നാളെ രാവിലേക്ക് ഇഡ്ഡലി പലഹാരം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ മാവ് അടിച്ച് വയ്ക്കുക. ഒരുപാട് ഈ പാത്രം നിറയും, നിറഞ്ഞ് പൊന്തുമ്പോൾ ഇത് ഇങ്ങനെ നിൽക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അതായത് നമുക്ക് നല്ല രീതിക്ക് തീ കത്തിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. കുളിക്കാനൊക്കെ ആയിട്ട് അമ്മയും പിള്ളേരും ചൂടുവെള്ളത്തിലാണ്. പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കെട്ടിയവനിപ്പോൾ ചൂടുവെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ തണുപ്പ് മഴയൊക്കെ തുടങ്ങി പിന്നെയാണ് ഇങ്ങനെ. അതിക്ക് മുമ്പ് പച്ചവെള്ളത്തിലാണ് കുളിക്കുക. പക്ഷെ ഞാൻ മഴയായാലും വെയിലായാലും ഒക്കെ പച്ചവെള്ളത്തിലാണ് കുളിക്കുള്ളൂ കേട്ടോ. എനിക്കത് ശീലമായി. അപ്പോൾ ഈ കടല ഉണ്ട് വേവിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടമായി തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. വീണ്ടും കാണാം. ബൈ.